ഇന്ത്യയിലെ സകല സംഘികളും വളർന്നു വന്നിരിക്കുന്നത് സ്വന്തം സഹപ്രവർത്തകരെ ചവിട്ടിക്കൊണ്ടാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? എന്നാൽ അതിന് സമാനമായിട്ടുള്ള ഒരു വീഡിയോ കാണുക. എല്ലാവരും കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് കാത്തിരുന്ന ആ ഇലക്ഷൻ ദിനം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി ജനങ്ങളെല്ലാം ആകാംക്ഷയോടുകൂടി ഇലക്ഷൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ നല്ലവരായ ജനങ്ങളെ ഒന്നറിഞ്ഞോളൂ, മിക്കവാറും സംഘികൾ തന്നെ കേരളം ഭരിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം മാമൻ ആ പണിയൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും സംഘികളുടെ കയ്യിൽ കേരളം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വരണ്ട ഭൂമിയില്ലേ, ആ ഭൂമിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഭൂമി പെട്ടെന്ന് അത് കുടിക്കും. അതുപോലെയാണ് നമ്മുടെ കേരള സംഘികളുടെ അവസ്ഥ. സംഘികൾ പരസ്പരം സംഘികൾക്ക് തന്നെ പണി കൊടുക്കും. അങ്ങനെയാണ് കേരള സംഘികൾ. ഒരു സംഘി കൗൺസിലർ അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിലുള്ള സംഘികളുടെ സഹകരണ ബാങ്ക്, ആ ബാങ്കിൽ നിന്നും സംഘികൾ ഇഷ്ടംപോലെ ലോൺ എടുത്തു. ആ ലോണൊന്നും സംഘികൾ തിരിച്ചടക്കാതെ വന്നപ്പോൾ ഒരു പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. എല്ലാവരും ഓർക്കുന്നുണ്ടാവും, തിരുമല അനിൽകുമാർ. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരു വോയിസ് സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ നിർണായക ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. നിക്ഷേപകന്റെ മകളോട് തന്റെ ദയനീയാവസ്ഥ അനിൽ പറയുന്ന സംഭാഷണമാണ് പുറത്തു വന്നത്. ആദ്യമായി ഞാൻ ഇന്നിപ്പോ നമുക്ക് പൈസ അടയ്ക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ കുറെ പേരുടെ വീടുകളിൽ പോയിട്ട് വന്നതാണ്. അപ്പം ഈ ബോർഡ് മെമ്പർമാരെ എല്ലാവരെയും ഞാൻ ഒന്ന് വിളിച്ചു, പക്ഷെ ആരും വന്നില്ല. അപ്പൊ നാളെ ഒന്ന് രാവിലെ ഞാൻ വിളിക്കാം, നമ്മെ കൊണ്ടൊന്ന് ഒന്ന് സംസാരിപ്പിക്കണം, എന്നെ അവിടെ വിളിപ്പിക്കട്ടെ. എന്നെ ഓണം കഴിഞ്ഞതോടുകൂടി മക്കളെ എല്ലാം ഒരു തിരിച്ചടവും വരാതെ ആകെ ഒരു വേണ്ട ചേട്ടാ, അത് ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന് ഒറ്റയ്ക്ക് ആ ഒരു ഇത് വേണ്ട. കാരണം ചേട്ടന് ഒറ്റയ്ക്കുള്ളതല്ലല്ലോ ഈ ബോർഡ് എന്ന് പറയുമ്പോൾ, ഒറ്റയ്ക്കല്ലല്ലോ. അത് അമ്മ നാളെ പോയി സി എ എടുത്ത് സംസാരിക്കുമ്പോൾ സി എ വിളിച്ചോളൂ. ചേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് ആ ടെൻഷൻ അനുഭവിക്കേണ്ട കാര്യമില്ല. പകുതിയായി മക്കളെ, ശരീരമൊക്കെ പകുതിയായി. ഞാൻ ആകെ ഒരു ഇതായി. പിള്ളേരാണെങ്കിൽ ഒന്നും എത്തിയില്ല, കൊച്ചു പിള്ളേർ. കേട്ടില്ലേ? ഒരു പാവം നിസ്സഹനായ ഒരു മനുഷ്യൻ്റെ ആത്മഹത്യ ചെയ്തതിന് മുമ്പുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണിത്. അദ്ദേഹം ഇതിൽ വളരെ ദയനീയനായിട്ട്, വളരെ മാനസികമായി തളർന്നതായിട്ടാണ് ഈ ഓഡിയോ ക്ലിപ്പിൽ നമ്മൾ കേൾക്കുന്നത്. ഇദ്ദേഹം മാനേജ്മെൻറ്റ് വഹിക്കുന്ന സംഘികളുടെ സഹകരണ ബാങ്കിൽ നിന്നും ഇന്നത്തെ വമ്പൻ നേതാക്കളായ സംഘികൾ വായ്പ എടുത്തുകൊണ്ട് ആ വായ്പ തിരിച്ചടക്കാതെ, നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ കഴിയാതെ സംഘികളുടെ സഹകരണ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റായ ഈ പാവം പിടിച്ച അനിൽ തിരുമല എന്ന മനുഷ്യൻ തളർന്നുപോയി. അവസാനം അദ്ദേഹത്തിന് മുന്നിൽ ഒരു വഴിയുമില്ല. ലോൺ എടുത്ത സംഖ്യയോട് തിരിച്ചടക്കാൻ അദ്ദേഹം അപേക്ഷിച്ചിട്ടും അവരൊന്നും തിരിച്ചടക്കാൻ കൂട്ടാക്കിയില്ല. പാവം പിടിച്ച ഈ നിസ്സഹനായ ഈ അനിൽ തിരുമല എന്ന മനുഷ്യൻ അവസാനം സ്വയം ആത്മഹത്യ ചെയ്തു. ഈ മനുഷ്യന്റെ മരണത്തിലൂടെ ഒരു പാവം പിടിച്ച കുടുംബം പെരുവഴിയിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് സംഖ്യയുടെ സ്വഭാവം.